ഗായ്സ് എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പം ഒന്ന് ഈദായിട്ട് പള്ളിയിലൊക്കെ പോയി വന്ന് അപ്പം അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ ഫുഡ് ഉണ്ടാക്കലാണ്. അപ്പം എല്ലാവരും പറയാം ജുബിൻ്റെ മന്തി വേണം, ജുബിൻ്റെ മന്തി വേണം. അപ്പോൾ എൻ്റെ മന്തി ഫാൻസ് അവിടെ ഫുള്ള്. അപ്പം മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ മെയിൻ ഷെഫായിട്ട് നിൽക്കുള്ളൂ. നമുക്ക് ഹെൽപ്പേഴ്സൊക്കെ ഉണ്ട്. ഹെൽപ്പർ ഗായ്സ്, ഞാൻ അപ്പം എൻ്റെ ഹെൽപ്പറെ പരിചയപ്പെടുത്തി തരാം. ഒരു ഹെൽപ്പർ ഇത് വേറെ മെയിൻ ഷെഫാണെന്നൊക്കെ പറയും, പക്ഷേ എനിക്കോൻ ഹെൽപ്പറാണ്. കാരണം മന്തി ഉണ്ടാക്കുമ്പോൾ ജുബിൻ്റെ മന്തി എന്ന് പറയുമ്പോൾ ഫേമസ് ആയതുകൊണ്ട് എനിക്ക് ഹെൽപ്പറാണ് ഓന്. ഓക്കെ, ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ഷെഫാണ്, പക്ഷേ മന്തിക്ക് ഞാൻ തന്നെ ഉള്ളൂ ഇവിടെ, വേറൊരാളില്ല. അതുകൊണ്ടാണ്. അപ്പം ഷെഫ് ഒന്ന് ഈദ് മുബാറക് പറയും. ഈദ് മുബാറക്. ഈദ് മുബാറക് തന്നെ. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഗൈസ് ഇന്ന് മന്തി ഉണ്ടാക്കാൻ പോണ വീഡിയോ ആണ്, കണ്ടോളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ല സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഷെഫ് ഉണ്ടെന്ന്. എനിക്ക് ഹെൽപ്പറാട്ടോ, ശ്രീകാന്ത്. അപ്പോൾ ഞങ്ങൾ സാധനം വാങ്ങാൻ പോവാണ് ഗൈസ്. മെയിൻ ഷെഫ്, സർട്ടിഫൈഡ് ഷെഫ് എന്താ. ഞാൻ മെയിനാണ് പറഞ്ഞിട്ട് ചാവിയൊക്കെ ഇട്ട് വരുന്നത്. ഗൈസ് കട തുറന്നിട്ടില്ല. ഇതാണ്ടോ ഏതോ ഒരു കടൻ്റെ മുന്നിൽ നിന്നാണ്ട് വാച്ചിൻ്റെ പരസ്യം നോക്കുന്നു. ഇതൊക്കെ എന്താണ്, പൈസ ഇല്ലാത്തവൻ ഇറച്ചി വാങ്ങാൻ പോയെന്നറിയില്ലേ, അതേമാതിരി ഇവിടെ നിന്നാണ്ട് മോഡൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഓൻ്റെക്കൽ ഉണ്ടല്ലോ ഈ മോഡലൊക്കെ. ഏത് വാങ്ങാൻ? ഇങ്ങനത്തെ വാച്ചുകൾ റിഫ്മാളിൻ്റെ ഉള്ളിലാണ് ഗൈസ്. ഞങ്ങൾ നെസ്റ്റോക്കാ വന്നത് സാധനം വാങ്ങാനും വേണ്ടിയിട്ട്. ഷോപ്പുകളും തുറന്നിട്ടില്ല, അത്രയും രാവിലെ വന്നത്. ഇന്നലെ രാത്രി വാങ്ങി വെക്കാമെന്ന് പറഞ്ഞ ചെങ്ങായി ഉറങ്ങിപ്പോയി. മതി. 2 ഉള്ളി വാങ്ങാനും വേണ്ടിയിട്ട് 10 മണിക്കൂർ ആലോചിക്കും. നിർത്താൻ നിൽക്കുന്നു. എടുക്കടോ ഗായ്സ്. അങ്ങനെ മന്തിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയതാ പോകുന്നു ഗായ്സ്. അങ്ങനെ മന്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് മുറിക്കാനുണ്ട്, ചിക്കൻ ക്ലീൻ ചെയ്യണം, അതിനനുസരിച്ച് മുറിക്കണം. അതുപോലെ തന്നെ റൈസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കുക കേട്ടോ. അതുപോലെ നമ്മൾ റോഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ മന്തി മസാല റെഡിയായി. ക്യാപ്സിക്കം, അതുപോലെ തന്നെ നമ്മളെ മന്തി മസാല ആൻഡ് ഇത് മാഗി ക്യൂബ്, ഇങ്ങനെ സാധനങ്ങളിട്ട് എല്ലാം കുഴച്ച് സെറ്റാക്കണം. എന്നിട്ട് ഇതിലേക്ക് വേണം ചിക്കൻ ഇട്ടിട്ട് എടുത്ത് വെക്കാൻ. ചിക്കൻ ഇട്ടിട്ട് നല്ല കുഴച്ച് സെറ്റാക്കി എടുക്കണം. ഗൈസ് ഇങ്ങനെ ഇവിടെ മന്തിൻ്റെ ചിക്കൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് 2 എണ്ണത്തിനും കയറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ അവല് വിളയിച്ചതും ഇതൊക്കെ തിന്നുന്നുണ്ട് എല്ലാവരും ഇരുന്നിട്ട്. ഞാനാണ് വിളയിച്ചത്, നീയാണ് വിളയിച്ചത്. അപ്പം ഇത് തിന്നുമ്പോഴത്തേനും അതാവും. മാറി രാജാവിരിക്കട്ടെ. ഗൈസ് എൻ്റെ ഹെൽപ്പറാണ് ഇത് ഉണ്ടാക്കുന്നത്. മയോണീസ് ഉണ്ടാക്കുന്നത് എൻ്റെ ഹെൽപ്പറാണ്. എനിക്ക് ചിക്കൻ നല്ല ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. വെന്ത ചിക്കന് ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുക്കുന്നു. ഇപ്പുറത്ത് റൈസ് വേവാൻ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് സംഭവം വെച്ചിട്ടുണ്ട്. ഇതാ സ്മോക്ക് ചെയ്യാനുള്ള സംഭവം റെഡി. ഒന്ന് ഏകദേശം റെഡി, അടുത്തത് റെഡി. ഞങ്ങളടുത്ത് വലിയ പാത്രമില്ല ഗൈസ്. ഫുഡ് കളറാണ്, ഫുഡ് കളറല്ല, മഞ്ഞപ്പൊടി കലക്കിയത്, കളറില്ലാത്തതുകൊണ്ട്. ഇനി അടുത്തത് മുളകും പൊടി കലക്കിയത് കുറച്ചുണ്ട്. ഞാൻ മഞ്ഞൻ്റെ ആളാണ്. മഞ്ഞൻ്റെ ആളാണ്. സോപ്പ് ഇനി അവിടെ ഗൈസ് റെഡി ശരത്ത മേമ്പ ഇത് ഇടാൻ പോവാണ്.
ഓയിൽ റെഡി ആക്കണ എന്തോ ഇല്ലേ ഓയിൽ ഇതിക്ക് മുകളിൽ കൂടെ വയ്ക്കുമ്പോഴല്ലേ ഓയിൽ ഒഴിക്കാൻ പോവാണ്. ഓയിൽ ഒഴിക്കണ കർത്തവ്യം മാത്രം ചെയ്യുന്നത് നമ്മളെ ശരത്താണ് ഗൈസ്. നല്ലൊരു പുണ്യകർമ്മമായ നല്ലൊരു പുണ്യകർമ്മമായതുകൊണ്ട് ഞങ്ങൾ നല്ലൊരു മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ പാത്രം ആയിട്ടില്ല വയ്ക്കല്ലേ? ആ ഒഴിച്ചോ. ശ്രീകാന്തത്തിന് മൂടി ഇവിടെ എന്നാ വെച്ചോ. അതാണോ ഇതാണ് ആ സ്മോക്ക്. ഞാനത് ശ്രീകാന്ത് മൂട് സ്മെല്ല് പോവും. പാത്രം വെച്ചോ. അത് അന്തൊക്കെയുള്ള മൂടിയല്ലേ? അല്ല മൂടിക്കോ മതി. ആ ഓയിൽ മൊത്തം തീർക്കുക. അയ്യോ അപ്പൊ അലുമിനിയം ഫോയിൽ എന്തിനാ കാശ്? അത് വാങ്ങിട്ട് കൊണ്ടുപോകാതെ വേഗം ഒരു ഷീറ്റ് കൂടെ എടുക്ക്. അതിന് ചിക്കൻ മാറ്റിച്ചാണ്ട് ഇങ്ങനെ തിന്നുക. ഇതിന്റെ അടിയിൽ തീയിടണ്ടേ? ആ ഒരു ഒന്നിന് തീയത്ത രണ്ടാം മറ്റൊരു വെക്ക്. ഇവിടെ വെച്ചോ. തീ കത്തിക്കുന്നു ഇല്ല സ്ലോവിൽ വെച്ചോ. ഇല്ല അടി കൂടെ ലീക്കാവുന്നുണ്ട്. മറ്റൊരു ഗായ്സ് അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെക്കനിക്ക് കല്യാണം നോക്കുന്നുണ്ട്. ഇതൊക്കെ വിരിക്കാൻ നന്നാക്കി അറിയും. അതുകൊണ്ട് കല്യാണം നോക്കുന്നു. മാസിന് കല്യാണം നോക്കുന്നു. ശ്രീകാന്തിന് നോക്കണ്ടോ? ആഗ്രഹമുണ്ട്. സാധനം കണ്ടോ സെറ്റായി കിടക്കുന്നത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ സ്മോക്ക് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചൂടുണ്ട് ഗൈസ്. അവിടെ നോട്ടെ കുറച്ച് മണം കണ്ട് കിട്ടി സെറ്റാവും. ഇവനോട് ഉപ്പിട്ട് കൊടുക്കാൻ ശരത്തിന് ഹെൽപ്പറോ അന്നോട് ഇന്ന ഹെൽപ്പറാക്കിയാ കൊട്ടാ. ഞാൻ ഹെൽപ്പറാടാ. ആ എടുത്തൊടുക്ക്. അത് ഷുഗറാണ്. അത് പഞ്ചസാരയാണോ? ഓ ഗൈസ് ശരത്തിന് ഹെൽപ്പർ ഇതാ ഇവൻ. അനക്ക് ഹെൽപ്പറോ? കഥ മനസ്സിലാവാത്ത അനക്ക് ഹെൽപ്പർ എന്നുണ്ട് വീണ്ടും ചോദിക്കുക. നീ ഹെൽപ്പർ. ഞങ്ങൾ എല്ലാ സാധനവും കുക്ക് ചെയ്യും. ലാസ്റ്റ് പാത്രം കഴിക്കുന്നത് നീയും വരും. മെയിൻ കുക്ക് ഞാൻ, ശ്രീകാന്ത് പിന്നെ എൻ്റെ അസിസ്റ്റന്റ്. ശ്രീകാന്ത് അതെ. ഗായ്സ് വയസ്സ് എത്തിയിട്ടുണ്ട്. വയസ്സ് കയ്യിലൊന്നുമില്ല. ഈദ് മുബാറക് വയസ്സ. അന്ന വെയിറ്റ് ചെയ്യുന്നു ദമ്മോട്ടിക്കാൻ. Yeah, we are waiting, guys. Very special. Ready, 1, 2, 3. അടിച്ചോ കൊട്ര പൊട്ട്. ആ അതെ. സെറ്റ് മന്തി. ഇനി അടുത്തടിക്കും. ഗായ്സ് ഈ കറുത്തത് കരിഞ്ഞതല്ല, അടി പിടിച്ചതാണ്. അടുത്ത് കമോൺ. അതും സെറ്റ് ഏകദേശം. Then again, the rice. You don't want chicken? No. You If want the wing there is wings with meat. It's half meat. It's okay. ഇതാണല്ലോ പച്ച. പച്ചുണ്ട് അതേമാതിരി വെള്ള അല്ല മയോണീസ് ഉണ്ട്. ഞാൻ അങ്ങറ്റം ഒന്ന് വരണം. എനിക്കും എനിക്കിട്ടില്ല ശ്രീ. ശ്രീകാന്ത് മാഷിനതാക്കുന്നുണ്ട്. You mean the chicken is there? ടേസ്റ്റി അത് ഒരുപാട് കഴിക്കണ്ട. നല്ല എരിയുണ്ട് കേട്ടോ. If you want more thing. It's spicy bro. Yeah.